ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറേ നാളായിട്ട് ബിസി ആയതുകൊണ്ട് യൂട്യൂബ് ചാനലിൽ ഒന്നും ഇടാത്തത് കൊണ്ട് ഇന്ന് രാവിലെ എന്നിട്ട് ഇവിടെ ഇരുന്ന് ഒരു കപ്പ് ഓഫ് കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു മോർണിംഗ് റൊട്ടീൻ ബിഫോർ വർക്ക് ചെയ്യാം എന്ന്. സോ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് കഴിയുമ്പം എനിക്ക് വർക്കിന് പോകണം. അതിന് മുന്നേ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഭയങ്കര ബ്രീഫായിട്ട് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ വീഡിയോ ഒന്നുമില്ല. അത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരിക്കും. എനിക്ക് ആക്ച്വലി മെയിൻലി ഉള്ള സമയത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം ഒരു കോഫി എടുത്ത് ഇവിടെ വന്നിരുന്ന് ഒരു 10-15-20 മിനിറ്റ്സ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഫോണൊന്നും ഉപയോഗിക്കാറില്ല, വെറുതെ ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ ഫോണൊന്നും ഉപയോഗിക്കാറ്. ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഫുള്ള് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് ട്രീസ് ആണ്. അപ്പം നോക്കിയറിയാം, ഇവിടെ ഫുൾ ഇങ്ങനെ ട്രീസും അങ്ങനെ കുറെ സാധനങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഈ ബേർഡ്സിന്റെ ശബ്ദം അങ്ങനൊക്കെ വരുന്നുണ്ട്. കുറച്ചേരം ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അതാണ് സാധാരണ ഞാൻ സമയമുള്ള മോർണിംഗ്സിൽ ചെയ്യാറ്. എന്ന് വെച്ചാൽ ഇപ്പം രാവിലെ 9 to 5 അല്ലാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു 1:30 ഒക്കെയാണ് എൻ്റെ ഒരു സമയം എന്നുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിരുന്ന് കുറെ നേരം ഇരുന്ന് ചായ കുടിക്കും, കാപ്പി കുടിക്കും, ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ സമ്മർ തുടങ്ങി, പക്ഷെ ഒരു 2 ദിവസമായിട്ട് നല്ല മഴയാ. അപ്പം ചിലപ്പോ ഒക്കെ രാവിലെ മഴ പെയ്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കാണാനൊക്കെ ഭയങ്കര രസമായിരിക്കും വെളിയില്. അങ്ങനെയൊക്കെ നോക്കിയിരിക്കും. അതാണ് രാവിലത്തെ കുറച്ച് സമയം ഉള്ളപ്പം ഞാൻ ചെയ്യാറ്. ജിമ്മിൽ പോവാം എന്ന് വിചാരിച്ചതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളായിട്ട് എനിക്ക് നോട്ടീസ് ആയിട്ട് വന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ബോഡിയിൽ എന്തെങ്കിലും മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ നടക്കാൻ പോവുക, 1/2 hour നടക്കാൻ പോവുക, അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ഒരു സ്ട്രെച്ചിങ് എക്സസൈസ്, ആ കൈൻഡ്സ് ഓഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര, രാവിലെ ആണെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നും, രാത്രിയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും. സോ അതുകൊണ്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പോവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ദിവസമാണെങ്കിൽ വന്നിട്ട് രാത്രി കുറച്ച് നേരം ഈ അപ്പാർട്ട്മെന്റിന്റെ ചുറ്റും ഒരു 1/2 മണിക്കൂറൊക്കെ ഞാൻ നടക്കാൻ പോകാറുണ്ട്. അപ്പം ജസ്റ്റ് അങ്ങനെയെങ്കിലും ബോഡി മൂവ് ആണല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പം മാക്സിമം ശ്രമിക്കാറുണ്ട് ബോഡി മൂവ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ വെളിയിൽ നിന്ന് അധികം കഴിക്കാറില്ല, പക്ഷെ മാക്സിമം കഴിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഫീലിംഗ് തോന്നിയിട്ട് ഞാൻ നടക്കാനും സ്റ്റെപ്സും അങ്ങനത്തെ സാധനത്തിന് പോകാറുണ്ട്. അത് കഴിഞ്ഞു എനിക്ക് എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് ഞാനിന്ന് നേരത്തെ എഴുന്നേക്കില്ല എന്നായിരുന്നു. ബിക്കോസ് ഇന്നലെ രാത്രി ഞാൻ വന്നത്. അപ്പം പക്ഷേ രാവിലെ എഴുന്നേറ്റു. അപ്പം കുറെ നാളായിട്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് പോയിട്ട് വീട് മൊത്തത്തിൽ തകർന്നു കിടക്കുക. അത് കഴിഞ്ഞിട്ട്, ആ കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഞാൻ എന്ന് വെച്ചാൽ തിരിച്ചു വന്നതും വൈകുന്നേരം തിരിച്ചു വന്നു. പിറ്റേ ദിവസം പിന്നെ ഓഫീസിൽ പോകാനുള്ളതുകൊണ്ട് കുറെ പാത്രങ്ങളായിട്ടും പിന്നെന്തുവാ കുറെ ചപ്പുചവറ് സാധനങ്ങൾ വീട്ടിലിപ്പുണ്ട്. അതൊക്കെ എടുത്ത് കളയാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ അതൊക്കെ എടുത്ത് മാറ്റി വീടൊന്ന് വൃത്തിയാക്കണം, ഫുഡ് ഉണ്ടാക്കണം, കുളിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം, എന്നുവെച്ചാൽ പണിക്ക് പോകണം. അപ്പം പ്രയോറിറ്റി ടാസ്ക് 1 ആയിട്ട് പാത്രം കഴുകലും ഫുഡ് ഉണ്ടാക്കലുമാണ്. അപ്പം ഫസ്റ്റ് ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ചു. കാരണം ഫുഡ് ഉണ്ടാക്കി എന്തായാലും കുറെ പാത്രം ഉണ്ടാവില്ല കഴിയാൻ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് പാത്രം കഴുകും. വീട് ഒന്ന് വാക്യൂം ഓൾറെഡി ഞാൻ ഇന്നലെ ചെയ്തായിരുന്നു, അപ്പം വാക്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഭയങ്കര പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം. അപ്പം ഞാൻ വിചാരിച്ചു ഫുഡ് ഉണ്ടാക്കാം. ഫുഡിന് ഫസ്റ്റ് എനിക്ക് ഒന്ന് ചിക്കൻ ഉണ്ട്, ഫ്രോസൺ ചിക്കൻ വെളിയിലെടുത്ത് വെക്കാൻ മറന്നു, അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ പപ്പു എന്ന് പറഞ്ഞാൽ പരിപ്പ്, ഗോങ്കൂര പപ്പു എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മെയിൻലി ഹൈദരാബാദ്കാരുടെ ഒരു ഡിഷാണ്. സോ ഗോങ്കൂര പപ്പു, പിന്നെ
പിന്നെ ഞാൻ മറ്റേ റീസെൻ്റ് ആയിട്ട് ഞാനൊരു അച്ചാർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതും ഹൈദരാബാദി ഡിഷാണ്. ഗോങ്കുര പച്ചടി എന്ന് പറഞ്ഞിട്ടുള്ള ഹൈദരാബാദി ഡിഷ്. പക്ഷേ ഭയങ്കര ടേസ്റ്റും അപാരമായിട്ടുള്ള, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, അപാരമായിട്ടുള്ള ടേസ്റ്റാണ്. ചൂട് ചോറിൽ കൂട്ടി കഴിച്ചാൽ കണ്ടാൽ എനിക്കൊന്നു മലയാളികൾ കണ്ട ചാണകം എന്ന് വിചാരിക്കും. പക്ഷെ അത് ഗോകുല എന്ന് പറഞ്ഞൊരു ഇലയുണ്ട്, അതിന്റെ വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കിയതാ. അപ്പൊ ഇത് കൂട്ടിയിട്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. പക്ഷെ ഭയങ്കര എരിവ. മറ്റേ വറ്റൽമുളക് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതും, വറ്റൽമുളകും സാധാ നോർമൽ ആയിട്ടുള്ള മുളകും ഉണ്ട്. അപ്പൊ ഭയങ്കര എരിവ അതിന്. ഞാൻ വിചാരിച്ചു ഗോങ്കുര പപ്പു വെക്കാന്ന്. കാരണം ആ പച്ചടി ഉണ്ടാക്കാൻ വെച്ച് ആ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോങ്കുര മേടിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഓൾറെഡി നമുക്ക് കുറെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് പപ്പു ഉണ്ടാക്കാം. നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിരുന്നത് പപ്പു ആണെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ യൂട്ടേൺ എടുത്ത് എഗ് ബുർജിയിൽ നമ്മൾ വന്നു ചേർക്കും. പപ്പു ഉണ്ടാക്കാത്തതിന്റെ മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ പുളിയില്ലാതെ ഒരു സുഖം ഉണ്ടാവില്ല. പുളി മേടിക്കണം. അപ്പം ജസ്റ്റ് ഒരു യൂട്ടേൺ എടുത്ത് മുട്ട ഇരിക്കുന്നുണ്ടോ, മുട്ട ചിക്കിപ്പൊരിച്ച് രാത്രിയിലത്തേക്ക് മുട്ട ചിക്കിപ്പൊരിച്ച് ചോറും ആ പച്ചടി ഉണ്ട്, തൈരുണ്ട്, സാലഡ്. ഈ ഒരു സ്പേസിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സാലഡ് ഉണ്ടാക്കി, കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി. സോ ദാറ്റ് ഡിന്നറിനും കൂടെ ഇതൊക്കെ കൂടെ കഴിക്കാന്ന് വിചാരിച്ചു. മുട്ട ചിക്കിപ്പൊരിച്ചത്, ചോറ്, സാലഡ്. സമയമില്ല, ഇതൊന്നും ആക്കിയിട്ട് വേണം വൃത്തിയാക്കിയിട്ട് കുളിക്കണം, റെഡി ആയിട്ട് പോകണം. ടപ്പേന്ന് തോക്കും. മുട്ടയുടെ കാര്യത്തിൽ തീരുമാനമായി. കുറച്ച് കൊത്തമീൻ എന്ന് വെച്ചാൽ കൊറിയാൻഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ എഗ് ബുർജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എൻ്റെ കാര്യത്തിൽ തീരുമാനം. ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ. അത് ഫുള്ളിങ്ങനെ, അത് ഞാൻ ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം ഇങ്ങനെ ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ. എന്നുവെച്ചാൽ എല്ലാ ദിവസവും വിചാരിക്കും ഇന്ന് ഫുള്ള് വൃത്തിയാക്കിയിട്ട് കിടക്കണം. പക്ഷെ ക്ഷീണം കാരണം അങ്ങനെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ 2 ദിവസം കഴിയുമ്പം പിന്നെ ഇത് തദാഹവ ആയിട്ട് പോകും. ഇത് കുറച്ചൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞപ്പം കുറച്ചൊരാശ്വാസം കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൃത്തിയായിട്ട് കിച്ചൺ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചൊരാശ്വാസമായി. നമ്മൾ ആ ഒരു കല്യാണത്തിന് പോകുന്നതിന് മുന്നേ വൃത്തിയാക്കിയായിരുന്നെങ്കിലും വന്നു കഴിഞ്ഞിട്ട് 2 പേരും ഭയങ്കര ബിസി ആയതുകൊണ്ട്, 2 പേർക്കും ഇതായതുകൊണ്ടും പണിക്ക് പോകേണ്ടതുകൊണ്ടും, ഇപ്പം രാവിലെ ആണെങ്കിലും എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഓടിപ്പോവുക, അങ്ങനത്തെയൊക്കെ സാധനങ്ങളായിരുന്നു. സാധാരണ ഈ വേസ്റ്റൊക്കെ എടുക്കുന്നത് പൊന്നാപ്പിളയാണ്, നവീൻ പൊന്നാപ്പിളയാണ്. എനിക്ക് മടിയാണ് ബേസിക്കലി. അപ്പോൾ ഇതാണ് ഫുള്ള് വൃത്തിയാക്കിയത്. അറ്റ്ലീസ്റ്റ് കുറച്ച് ഒതുക്കി വെച്ച് കിച്ചൺ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. ഇന്നത്തെ ഭയങ്കര കുട്ടിയായിട്ട് വ്ളോഗായിരുന്നു. മാത്രമല്ല, ഇത് എക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്താണോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി എടുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. വെറുതെ ചായ കുടിച്ചോണ്ടിരുന്നില്ലെങ്കിൽ കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പം ഓക്കെ ഇന്ന് ഫ്രീ ആണല്ലോ എന്ന് വെച്ചുകൊണ്ട് മാത്രം എടുത്തൊരു വ്ളോഗാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വർക്കിന് പോകണം. കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്കിത് വ്ളോഗ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെയും സമയം കിട്ടാറില്ല. പക്ഷെ
ഇനി അടുത്ത വ്ളോഗുമായിട്ട് വരും, ഉടനെ തന്നെ വരും. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.